രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം കോൺഗ്രസ് ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഭവത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല. ആരായാലും റിനി ആൻഡ് ജോർജ് മുൻപ് താങ്കൾക്ക് പരാതി നൽകിയിരുന്നതാണ് പറയുന്നത്. ഇതുവരെയും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല. എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ്, ആണ് മകളെ പോലത്തെ കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു വിട്ടുവീഴ്ച. പരാതി തന്നത് ഞാൻ പറയുന്ന കേൾക്ക്, നിങ്ങൾക്ക് അറിയാനുള്ള, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയല്ലേ. നിങ്ങൾ എന്തിനാ ഇടപെടണേ? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാകും. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈയെടുക്കും. എന്ത് വൈകിയെന്നാ പറയുന്നത്? ഇന്നലെ ഈ ആരോപണം, ഞാൻ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല. അതിനെക്കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ച കേസിൽ, ഒരു മെസ്സേജാണ്. മെസ്സേജ് അയച്ച തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. മെസ്സേജ് അയച്ച ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക. അതിന് നടപടി സ്വീകരിക്കും. ആദ്യപടിയായാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.